മലപ്പുറത്ത് ദേശീയപാതയ്ക്കടിയിലെ വൻ തുരങ്കം കേരള ഹമാസിന്റെ തുരങ്കമാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൻ ചർച്ചയാവുകയാണ് ഈ തുരങ്കം. ഇപ്പോഴത്തെ ഈ സംഭവത്തിൽ ഭാർഗവറാം ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റും ശ്രദ്ധേയമാകുന്നു. 6 വരി ദേശീയപാതയിൽ മണ്ണ് നീക്കിയപ്പോഴാണ് 2 ആഴത്തിലുള്ള തുരങ്കം കണ്ടെത്തിയത്. ഇത്ര വലിയ തുരങ്കം എവിടെ നിന്ന് വന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കാരണം നാം ഇതിനു മുൻപ് കൂറ്റൻ തുരങ്കത്തെക്കുറിച്ചൊക്കെ കേട്ടിരുന്നു. അത് ഗാസയിൽ നിന്നായിരുന്നു. ഇപ്പോൾ ഈ സംഭവം വൻ ആശങ്ക ഉണർത്തുകയാണ്. കാരണം ഈ ദേശീയപാത നിർമ്മിച്ചപ്പോൾ മുൻപൊന്നും കാണാത്ത ഈ തുരങ്കം ഇപ്പോൾ എവിടെ നിന്ന് വന്നു? ഇതാണ് ചോദ്യമായി ഉയരുന്നത്. ഒരു വശത്ത് നിന്ന് മറുവശത്തേക്കാണ് ഈ ആഴത്തിലുള്ള തുരങ്കം. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഭാർഗവറാമിന്റെ ഫേസ്ബുക്ക് കുറിപ്പും ശ്രദ്ധേയമാകുന്നത്. ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: തേഞ്ഞിപ്പാലത്ത് ആഴത്തിൽ ഗുഹ എന്ന് വാർത്ത. കേരള ഹമാസിന്റെ തുരങ്കം വല്ലതും ആണോ ആവോ? പ്രധാന റോഡാണ്, എയർപോർട്ട് വളരെ അടുത്താണ്. നവീന തുരങ്കം പ്രാചീന തുരങ്കമാകാനും മതി. പത്ര റിപ്പോർട്ടുകളെ തീർത്തങ്ങം വിശ്വസിക്കാൻ വയ്യ എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. അതേസമയം മലപ്പുറം ദേശീയപാതയ്ക്കടിയിൽ കണ്ടെത്തിയ ഈ തുരങ്കം ഹമാസിന്റെ തുരങ്കം എന്ന തരത്തിലാണ് വാർത്തകളിലൊക്കെ നിറയുന്നത്. മലപ്പുറത്ത് റോഡിനടിയിലെ തുരങ്കമൊക്കെ ഇപ്പോൾ ദുരൂഹത ഉണർത്തുകയാണ്. ദേശീയപാത 6 വരിയായി വികസിപ്പിക്കാൻ നിർമ്മാണം നടക്കുന്നതിനിടെയാണ് ഇങ്ങനൊരു തുരങ്കം ശ്രദ്ധയിൽപ്പെടുന്നത്. നിലവിലെ ദേശീയപാത നിർമ്മിച്ചപ്പോൾ ഈ തുരങ്കമൊന്നുമില്ലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു വലിയൊരു തുരങ്കം കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ പഴയ ദേശീയപാത ഒരു വശത്തു നിന്ന് മറുവശം വരെ ബന്ധിപ്പിക്കും വിധമാണ് ഈ തുരങ്കം കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ഒറ്റ നോട്ടത്തിൽ മനുഷ്യനിർമ്മിതമാണ് എന്നതും വ്യക്തമാണ്. മാത്രമല്ല, ദേശീയപാതയ്ക്ക് അടിയിൽ ഇത്തരമൊരു തുരങ്കം വന്നത് എങ്ങനെയാണ്? ഇത് വൻ ദുരൂഹത ഉണർത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പണികളൊക്കെ നിർത്തിവച്ചിരിക്കുന്നു, അന്വേഷണം നടക്കുന്നു. മലപ്പുറത്ത് തേഞ്ഞിപ്പാലം ദേശീയപാത നിർമ്മാണത്തിനിടെയാണ് ഇത്തരത്തിലൊരു കൂറ്റൻ തുരങ്കം കണ്ടെത്തിയിരിക്കുന്നത്. 6 വരി ദേശീയപാതയിൽ മണ്ണ് നീക്കിയപ്പോഴാണ് ഇത്തരമൊരു തുരങ്കം കണ്ടെത്തുന്നത്. ഇത്ര വലിയ തുരങ്കം എവിടെ നിന്ന് വന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കാരണം ഇതിനു മുൻപ് നമ്മൾ ഇത്തരത്തിലൊരു തുരങ്കമൊക്കെ കേട്ടിരിക്കുന്നത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ ഗാസയിൽ നിന്നാണോ? ഈ സംഭവം ഇപ്പോൾ വൻ ആശങ്ക ഉണർത്തുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. കേരളത്തിൽ ഇത്തരത്തിലൊരു തുരങ്കം, അതായത് ഹമാസിന്റെ തുരങ്കം അല്ലെങ്കിൽ ഗാസയിൽ കണ്ടിരിക്കുന്ന ഈ തുരങ്കം പോലെ തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് പോകുന്ന തരത്തിൽ ഒരു തുരങ്കം എത്തിയിട്ടുള്ളത്. കാരണം ദേശീയപാത നിർമ്മിച്ചപ്പോൾ മുൻപൊന്നും കാണാത്ത ഈ തുരങ്കം ഇപ്പോൾ എവിടെ നിന്ന് വന്നു? ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് തുരങ്കം കാണാം. ഈ തുരങ്കം നല്ല ആഴത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗുഹകൾ അല്ലെങ്കിൽ ഈ തുരങ്കങ്ങളെ സംബന്ധിച്ച ആശങ്കകൾ ഉള്ളത്. നിരവധി ദുരൂഹതകൾ നിലനിൽക്കുന്നു. ഗാസയിലെ തുരങ്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത് വലിയ ഗൗരവത്തോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. മേൽപ്പാലത്തിന് വിളിപ്പാടകലെ റോഡിന്റെ 2 വശങ്ങളിലായിട്ടാണ് ഈ തുരങ്കം. വ്യാപ്തിയുള്ള തുരങ്കം തന്നെയാണ്, നല്ല ആഴമുണ്ട്. പൂർണ്ണമായി മണ്ണ് നീക്കിയെങ്കിലേ ഇതിന്റെ നീളവും വ്യാസമൊക്കെ അറിയാൻ കഴിയൂ എന്നാണ് ഇവർ പറയുന്നത്. യൂണിവേഴ്സിറ്റിയിലെ ചില ചരിത്ര വിദ്യാർത്ഥികൾ സ്ഥലം സന്ദർശിച്ചിരുന്നു. വിശദ പരിശോധന നടത്തുമെന്നാണ് ചരിത്രകാരൻ ഡോക്ടർ പി ശിവദാസൻ പറയുന്നത്. ഗുഹയുടെ പഴക്കവും സ്വഭാവവും പ്രാധാന്യവും മറ്റും പരിശോധിച്ചതിന് പിന്നാലെ മാത്രമേ അത് പറയാനാകൂ എന്നും ഇവർ പറയുന്നു. റോഡിന്റെ 2 വശങ്ങളിലായിട്ടാണ് ഈ തുരങ്കം. പരസ്പരം ബന്ധമുള്ള തുരങ്കങ്ങൾ എന്ന് വേണം പറയാൻ. 6 മീറ്ററിലേറെ താഴ്ചയിൽ റോഡ് നിർമ്മിക്കുമ്പോൾ ഈ ഗുഹ അല്ലെങ്കിൽ ഈ തുരങ്കം കണ്ടിട്ടില്ല. എന്നാൽ ഓടയ്ക്ക് വേണ്ടിയിട്ട് പിന്നെയും ആഴത്തിൽ കുഴിയെടുത്തതോടെയാണ് ഈ തുരങ്കം പ്രത്യക്ഷപ്പെടുന്നത്. തൽക്കാലം സ്ഥലത്തെ മണ്ണ് നീക്കം നിർത്തിയിരിക്കുകയാണ്. റോഡ് പണി പുനരാരംഭിക്കേണ്ട സാഹചര്യത്തിൽ ഈ തുരങ്കം സംബന്ധിച്ച് അതിവേഗം പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. അടിപ്പാത നിർമ്മിക്കാനായി മണ്ണ് മാന്തുന്നതിനിടെയാണ് ഈ തുരങ്കം നിലവിൽ കണ്ടെത്തുന്നത്. 50ഓളം പേർക്ക് കടന്നുപോകാൻ പാകത്തിൽ വിശാലമായിട്ട് തന്നെയാണ് ഈ തുരങ്കമുള്ളത്. ഗുഹയുടെ സാന്നിധ്യത്തെക്കുറിച്ച് അറിവില്ലെന്ന് പഴമക്കാർ തന്നെ പറയുന്നു. ഗുഹ കണ്ടെത്തിയതിനെ തുടർന്ന് തൽക്കാലം സ്ഥലത്തെ മണ്ണെടുക്കൽ നിർത്തിവെച്ചിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തിനിടെ പലയിടങ്ങളിൽ ഇത്തരത്തിൽ ഗുഹകളും കല്ലറകളും ഒക്കെ കണ്ടെത്തുന്നത് വാർത്തയായിരുന്നു. കാക്കഞ്ചേരിയിൽ കല്ലറയും ഇടിമുഴിക്കലിൽ മനുഷ്യരുടെന്ന് സംശയിക്കുന്ന എല്ലുകൾ അടക്കമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഇതെന്താണ് എന്നുള്ളത് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ദുരൂഹതകൾ ബാക്കിയാക്കി നിർത്തിയിരിക്കുന്ന ഈ തുരങ്കം ആര് പണിതു, എന്തിനു വേണ്ടി പണിതു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനി പുറത്തു വരേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.